ഹായ്. അപ്പോൾ നമ്മൾ ഏതൊരു വർക്കൗട്ടിന് മുമ്പായിട്ട് നമ്മളൊരു വാമപ്പ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വർക്കൗട്ടിന് മുമ്പായിട്ട് ഈ ഒരു സ്ട്രെച്ചിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് കേടുപാടൊന്നും ഇല്ലാതെ നമുക്ക് ആ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ യോഗയാണെങ്കിലും വാമപ്പ് ആണെങ്കിലും ഒക്കെ ഡയറക്റ്റ് പോയിട്ട് നമുക്ക് അതിലേക്ക് ചെയ്യാൻ പറ്റില്ല. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് പിന്നീടാണെങ്കിലും വരാം. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാമപ്പ് സ്ട്രെച്ചിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്തു പോകേണ്ടതുണ്ട് നിർബന്ധമായിട്ടും. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ വാമപ്പ് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട്. അതേപോലെ വളരെ പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ ദിവസവും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് വർക്കൗട്ടിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ വർക്കൗട്ടിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നോക്കി തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈമറും കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റായിട്ട് നമ്മുടെ മൈൻഡിൽ കൗണ്ട് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് സമയം, അതായത് ഈ വീഡിയോ നോക്കി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ തന്നെ ചെയ്തു പോകാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വേണം നമുക്ക് നെക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കൈ ഇങ്ങനെ നമുക്കൊരു സൈഡിലായിട്ട് പിടിച്ചിട്ട് ശരിക്കും ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യാം വശങ്ങളിലേക്ക്. ബോഡി വെൻ്റ് ആവേണ്ട, ഹെഡ് മാത്രം. 1 2 3 4 5 6. ഇനി ഓപ്പോസിറ്റ് 1 2 3. ഈ സൈഡിലുണ്ടാകുന്ന ഒരു വലിച്ചിൽ ഫീൽ ചെയ്യുക കേട്ടോ. കറക്റ്റ് ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് ആവരുത്, ഈ സൈഡിലേക്ക് തന്നെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നുകൂടി ചെയ്യാം. ഓപ്പോസിറ്റ്. ഓക്കെ, റിലാക്സ്. കൈകൾ രണ്ടും ലോക്ക് ചെയ്ത് പിടിച്ചോ. തലയുടെ പുറകിൽ ജസ്റ്റ് വെക്കുക. ബ്രീത്ത് ഔട്ട്. കണ്ടില്ലേ, ഈ ചെസ്റ്റ് ഇങ്ങനെ ശരിക്കും സ്ട്രെച്ച് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. കൈകൾ ഇങ്ങനെയല്ല വെക്കേണ്ടത്, ശരിക്കും ഇങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യുക, ബോഡിയുടെ കൂടെ ബെൻഡ് ചെയ്യുക. ചെസ്റ്റ്, കൈകൾ, ഷോൾഡർ ഇവിടെയൊക്കെ നന്നായിട്ട് വലിയും. ഹോൾഡ് ചെയ്യുക. ഓക്കെ, നിവർന്നു തരാം. വീണ്ടും. ഓക്കെ, ഇനി ഒരു കൈ മടക്കിയിട്ട് ഈ ഓപ്പോസിറ്റ് ഈ കൈ കൊണ്ട് ശരിക്കും ഇതിനെ സൈഡിലേക്ക് വലിച്ചു കൊടുക്കാം, നേരെ പുറകിലേക്ക്. ഇത് കണ്ടില്ലേ, ഇതിനിങ്ങനെ ഇങ്ങോട്ടേക്ക് ആയി കൊടുക്കാം. ശരിക്കും നമ്മുടെ ഈ റൈറ്റ് സൈഡ് കൈയുടെ പുറകുവശത്തുണ്ടാകുന്ന, അതായത് നമ്മുടെ ട്രൈസെപ്സിൻ്റെ ഒക്കെ ഭാഗത്തുണ്ടാകുന്ന ഒരു വലിച്ചിൽ ഫീൽ ചെയ്യുക. ജസ്റ്റ് ഹോൾഡ് ചെയ്യുക. ഇതിൽ ഒറ്റയൊന്നും ഓപ്പോസിറ്റ് ചെയ്യുക. നിങ്ങൾ ഇതിൽ ഒറ്റയൊന്നിലും നമ്മുടെ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ട കാര്യമില്ല. നോർമൽ ബ്രീത്ത് ചെയ്യുക. സെപ്പറേറ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ഇനി കൈകൾ ഇതേപോലെ തന്നെ വലത് കൈ നീട്ടി വെക്കുക. എന്നിട്ട് ഈ കൈ കൊണ്ട് ചെസ്റ്റിലേക്ക് അടുപ്പിക്കുക. മടങ്ങേണ്ട ആവശ്യമില്ല. ശരിക്കും ആ വലിച്ചിൽ ഫീൽ ചെയ്യും. ഇനി ഓപ്പോസിറ്റ്. ഓക്കെ, ഇനി ശരിക്കും നമ്മൾ ഇതേപോലെ തന്നെ നിൽക്കുക. ഈ ഒരു ബോഡി കറക്റ്റ് ഫ്രണ്ടിലേക്കാണ്. അപ്പർ ബോഡി മാത്രം തിരിയട്ടെ. ഈ കൈ എടുത്ത് ഇവിടെ ഇങ്ങനെ പുറകിലേക്ക് നീട്ടി വെക്കാം. അപ്പർ ബോഡി മാത്രം. നമ്മുടെ അരക്കെട്ടിലുണ്ടാകുന്ന ആ ഒരു വലിച്ചിൽ ശരിക്കും ഫീൽ ചെയ്യും. ഈ ഒരു ഭാഗത്തുണ്ടാവുന്ന ഹോൾഡ് ചെയ്തു. നേരെ ഓപ്പോസിറ്റ്. നിങ്ങൾക്ക് ഇതേ കാര്യം ഭിത്തിയിലൊക്കെ പിടിച്ച് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഭിത്തിയൊക്കെ ഉണ്ട്, ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് കിട്ടും. ജസ്റ്റ് ഹോൾഡ് ചെയ്തു. ഓക്കെ, റിലാക്സ്. ഈ ഒരു കാര്യം ചെയ്തപ്പോൾ നിങ്ങൾ കറക്റ്റ് അപ്പർ ബോഡി മാത്രമായിരിക്കണം ടേൺ ചെയ്യേണ്ടത്. അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ കൈ ഇതേപോലെ ലോക്ക് ചെയ്ത് പിടിച്ചു, എന്നിട്ട് തിരിച്ചു വെച്ചു. എന്നിട്ട് നമ്മൾ വലതുവശത്തേക്ക് സ്ട്രെച്ച് ചെയ്യാണ്. കണ്ടില്ലേ, ഇങ്ങനെ വരരുത്, കറക്റ്റ് സൈഡിലേക്ക്, സൈഡ് വൈസ് ഹോൾഡ് ചെയ്യാം. ഓക്കെ, റിലീസ് ചെയ്തു. വീണ്ടും ഓപ്പോസിറ്റ്. ഓക്കെ, റിലാക്സ്. ഇനി ഹിപ്പിൽ ജസ്റ്റ് കൈ വെക്കാം. മുന്നിലേക്ക് പുഷ് ചെയ്ത് പിടിക്കാം. ഹോൾഡ് ചെയ്തു. നേരെ വന്നു. ഇനി പുറകിലേക്ക് അതേപോലെ
വീണ്ടും ഫ്രണ്ടിലേക്ക് നോർമൽ ബ്രീത്ത് ചെയ്തുകൊണ്ടിരുന്നോ. ഈ കാര്യമൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണേ. കാരണം ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് കേട്ടോ. ഹോൾഡ്, ഓപ്പോസിറ്റ്. ഹിപ്പിനെ പുറകിലേക്ക് തള്ളിയാൽ മതി, ബോഡി വല്ലാതെ മുന്നിലേക്ക് വരണമെന്നില്ല. ഓക്കെ, റിലാക്സ്. ഇനി വലത് കാല് പൊന്തിച്ചിട്ട് ചെസ്റ്റിലേക്ക് അടുപ്പിച്ചോ. ജസ്റ്റ് ഹോൾഡ് ചെയ്തോ. ഓക്കെ, കാൽപാദം വരെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചോ. റിലാക്സ്. അടുത്ത ലെഗ്. നമ്മുടെ രണ്ട് കാലിൻ്റെ ഇടയിലുള്ള ആ ഒരു ജോയിൻസ് ഒക്കെ ഒന്ന് നന്നായിട്ട് വലിയും, മസിൽസ് വലിയുന്നതൊക്കെ അറിയും കേട്ടോ. റിലാക്സ്. കാലുകൾ രണ്ടും അടുപ്പിച്ച് വെക്കുക. ജസ്റ്റ് അതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് മുട്ട് മടക്കുക. നിവർന്ന് നിന്നോ. ഒന്നുകൂടി ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ. കാല് മടക്കി ഇങ്ങനെ പിടിക്കരുത്, കറക്റ്റ് കണ്ടില്ലേ, വലിച്ച് പിടിക്ക്. നമ്മുടെ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന വലിച്ചിലൊക്കെ അറിയും. ഹോൾഡ്. ഏകദേശം ഒരു 5 to 10 സെക്കൻഡൊക്കെ ഹോൾഡ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത ലെഗ്. കാൽ പാദത്തിൽ പിടിച്ചോ, അപ്പോൾ ശരിക്കും മാക്സിമം വലിച്ച് കിട്ടും നമുക്ക്. പിന്നെ നിങ്ങൾക്ക് ഡിസ്കിന് പ്രോബ്ലമുള്ള ആളൊക്കെ ആണെങ്കിൽ, അതുപോലെ മുട്ടുവേദനയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഒരുപാട് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവായിരിക്കും കേട്ടോ. ഓക്കെ, റിലാക്സ് ചെയ്തു. ഇനി സാധാരണ പോലെ നിൽക്കുക. ഈ കൈ ജസ്റ്റ് ഹിപ്പിൽ വെച്ചോ. കണ്ടില്ലേ, സൈഡ് വൈസാണ്, ഫ്രണ്ടിലേക്ക് പോരുത്. കറക്റ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഹോൾഡ് ചെയ്തു. അതേ കൈ ഇവിടെ വെച്ചു. ഓക്കെ, ഈ സംഭവമൊക്കെ തുടക്കത്തിൽ നിങ്ങൾ പറ്റുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് പെർഫെക്ഷൻ കൊണ്ടുവരണ്ട സ്റ്റാർട്ടിങ്ങിൽ, കാരണം അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി നമ്മൾ കറക്റ്റായിട്ട് നിന്നോ. കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തി, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക് വന്നു. ഇതിൽ ഹോൾഡ് ചെയ്യും, മുട്ട് മടക്കണ്ട. ഞാനൊരു തുടക്കം എന്നാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ശരിക്കും കൈ നമ്മൾ പാദഹസ്താസനമൊക്കെ ചെയ്യില്ലേ, അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം. ഇതും സ്ട്രെച്ചിങ് ഏർപ്പെട്ട കാര്യം തന്നെയാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ഉയർന്നു വന്നു, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ജസ്റ്റ് പുറകിലേക്ക് വെൻഡ് ചെയ്യുക, എന്നിട്ട് നിവർന്ന് വരിക. നമ്മൾ ചെയ്യാറുള്ള, ഇപ്പോൾ യോഗയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മിക്ക ആസനാസും ഒരു സ്ട്രെച്ചിങ്ങിൻ്റെ ഫീൽ കൂടി കിട്ടുന്ന കേട്ടോ ഓരോ ഭാഗത്തിനും. അപ്പോൾ എന്നാലും തുടക്കത്തിൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം അതിലേക്ക് കിടക്കാൻ, നിർബന്ധമാണത്. കാലകത്തി വെക്കുക. കാലകത്തി വെച്ചിട്ട് ജസ്റ്റ് ഇതിൽ ഈ സൈഡിൽ ഈ വൺ സൈഡ് ഇരിക്കുക. ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക. ഹോൾഡ് ചെയ്തോ, ജസ്റ്റ് നിവർന്ന് വന്നു. ഓപ്പോസിറ്റ് ഇരുന്നോ. വീണ്ടും ഹോൾഡ്. കാല് കുറച്ച് അടുപ്പിച്ച് വെക്കുക, ഓവറായിട്ട് അടുപ്പിക്കണ്ട. ഈ ഒരു ഗ്യാപ്പിൽ വെക്കുക. പതുക്കെ ഇതിലേക്ക് ഇരുന്ന് നോക്ക്. ഈ ഒരു ഭാഗത്തുള്ള വലിച്ചിൽ ഫീൽ ചെയ്യും. താഴേക്ക് പോകുന്തോറും വലിച്ചിൽ കൂടി വരും. ഓക്കെ, റിലാക്സ്. നെക്സ്റ്റ് വൺ നമുക്ക് ഇരുന്നിട്ടുള്ള കുറച്ച് സ്ട്രെച്ചിങ് ചെയ്യുക. കാല് മടക്കിയിരിക്കുക, കാൽമുട്ട് തമ്മിൽ ചെറിയൊരു അകലം വെച്ചോ. നമ്മൾ യോഗയൊക്കെ ചെയ്യുമ്പോൾ ചെയ്തു പോകാറുള്ളൊരു കാര്യം കൂടിയാണ്. നിവർന്ന് നിൽക്കുക, പുറകിലേക്ക് ബെൻഡ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. 1 2 നോർമൽ ബ്രീത്താണ്. വയറ് നമ്മുടെ ബാക്ക് ഒക്കെ ശരിക്കും വലിയുന്നതായിട്ട് ഫീൽ ചെയ്യും.
ഓക്കെ, റിലാക്സ്. നേരെ കൈ കുത്തി നിന്നു. ശരിക്കും കാലിലേക്ക് ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ പൊന്തരുത്, ഇരുന്നു കൊണ്ട് ഈ ഒരു ആംഗിളിൽ ഹോൾഡ് ചെയ്യുക. നിവർന്ന് വന്നു, മുട്ടിലേക്ക് എണീച്ച് നിന്നു. ശേഷം സെയിം ഹോൾഡ്. ഓക്കെ, നിവർന്ന് വന്നു. ബോഡി ഫുള്ളായിട്ട് പതിച്ച് വെക്കുക കേട്ടോ താഴേക്ക്. നിവർന്നിരിക്കുക. ഓക്കെ, റിലാക്സ്. കൈ ഫ്രണ്ടിലേക്ക് കുത്തി വെച്ചു, കാല് നീട്ടി വെച്ചോ. സ്ലോലി സ്ട്രെച്ച് ചെയ്യുക, ഫേസ് നേരെ മുകളിലേക്ക്. വീണ്ടും പുറകിലേക്ക് പോയി, ഫ്രണ്ടിലേക്ക് വന്നു. വീണ്ടും ഓക്കെ, റിലാക്സ്. ഇനി കാല് നീട്ടിയിരിക്കുക. രണ്ട് കാല് ഇതുപോലെ മടക്കി വെക്കുക. ജസ്റ്റ് ഒരു കാലെടുത്ത് വെക്കുക, ഒരു കാലെടുത്ത് ഒരു കാലിൻ്റെ മേലെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ലോക്ക് ചെയ്ത് പിടിക്കുക, ബോഡിയിലേക്ക് മാക്സിമം വലിക്കുക. ശരിക്കും നമ്മൾ മടക്കി വെച്ച കാലിലുള്ള ഫീൽ തിരിച്ചറിയാം കേട്ടോ. ഹോൾഡ് ചെയ്യുക. ഓക്കെ, റിലാക്സ്. ഇനി അതേപോലെ സെയിം ഓപ്പോസിറ്റ്. നന്നായിട്ട് വലിയുന്ന അറിയാം നമുക്ക് മസിൽസൊക്കെ. റിലാക്സ്. വീണ്ടും എഗെയിൻ. കൈ ഇട്ടിട്ടുള്ള ആംഗിൾ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു കൈ ഇതിനുള്ളിലൂടെയാണ് ഇട്ടിട്ടുള്ളത്, മറ്റേ കൈ പുറത്തുകൂടി. ശരിക്കും ബോഡിയിലേക്ക് അടുപ്പിക്കുക. ഹോൾഡ് ചെയ്യുക. ഒരു 5 to 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. റിലാക്സ്. ഓക്കെ, റിലാക്സ്. ഇനി രണ്ട് കാര്യങ്ങൾ നീട്ടി വെക്കാം. രണ്ട് കാലം ഒരുമിച്ച് ഉയർത്തുക, രണ്ട് സൈഡിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് നിങ്ങൾ സ്ട്രെയിൻ ചെയ്യേണ്ട. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മുട്ട് നിവർന്നിരിക്കണം. രണ്ട് കാലിൻ്റെയും കൈകൾ താഴെ വെക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബാലൻസിന് വേണമെങ്കിൽ പിടിക്കുകയും ചെയ്യാം. ഹോൾഡ് ചെയ്തോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുപ്പിച്ച് കൊണ്ടുവരിക. വീണ്ടും വൈഡ് ചെയ്യുക. ഹോൾഡ്. നോർമൽ ബ്രീത്താണ്. ഡിസ്ക് പ്രോബ്ലമൊക്കെ ഉള്ളത് ഇത് ചെയ്യരുത് കേട്ടോ. അടുപ്പിച്ച് കൊണ്ടുവരിക. വീണ്ടും അടുപ്പിച്ച് കൊണ്ടുവന്നു. ദെൻ റിലാക്സ്. കാല് നീട്ടി വെച്ചു, ഒരു കാല് ഉയർത്തി, കണ്ടില്ലേ? ഉയർത്തിയ കാല് നേരെ പുറത്തേക്ക് വെച്ചു. ഈ കൈ കൊണ്ട് ജസ്റ്റ് സപ്പോർട്ട് ചെയ്തോ. എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് കൈ നീട്ടി പുറത്തേക്ക് വെക്കുക. തല തിരിച്ചോ. ഇനി
ഓപ്പോസിറ്റ്. നട്ടലിൻ്റെ ഭാഗത്തുണ്ടാകുന്നൊരു പിരിച്ചിൽ അതൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. സെയിം നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ കുറച്ചുകൂടി നല്ലൊരു മെത്തേഡ് ചെയ്യുക. കാല് മടക്കുക, ഇവിടെ നീട്ടി വെച്ചിട്ടുള്ള കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങോട്ട് പുഷ് ചെയ്യുക. തലയും മറ്റേ കൈയും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെക്കുക. ഓക്കെ, സിമ്പിളാണ്. ജസ്റ്റ് നോക്കിയോ, നീട്ടി വെച്ച കാലിൻ്റെ മുകളിലേക്ക് അപ്പുറത്തെ കാലെടുത്ത് വെച്ചു, ഇങ്ങോട്ടേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തു, കൈ നീട്ടി വെക്കാം. ഹോൾഡ്. നിങ്ങൾ ഇത്രയും സ്ട്രെച്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം കേട്ടോ. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ പ്രധാനമായിട്ടും. ജസ്റ്റ് അങ്ങനെ ഒന്ന് കിടക്കുക. അതായത് വാമപ്പ് കഴിഞ്ഞിട്ട് നിങ്ങളത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. നേരത്തെ ചെയ്തില്ല, വാമപ്പ് കഴിഞ്ഞ വീഡിയോ ചെയ്താൽ ആ വീഡിയോ നോക്കി ഫോളോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ സ്ട്രെച്ചിങ് ചെയ്യുക. അതും കഴിഞ്ഞിട്ട് നിങ്ങൾ വർക്കൗട്ടിലേക്ക് പോവുക. വാമപ്പും സ്ട്രെച്ചിങ് കൂടി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ ദിവസവും നമ്മൾ ചെയ്തിരിക്കേണ്ടതുമായിട്ടുള്ള സ്ട്രെച്ചിങ് വർക്കൗട്ടാണ് ഈ വീഡിയോയിൽ കാണിച്ചു തന്നത്. അപ്പോൾ രണ്ടിനും കൂടി വാമപ്പ് സ്ട്രെച്ചിങ് കൂടി നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 മിനിറ്റിലും താഴെ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കൗട്ടിലേക്ക് പോയാൽ മതി. ഈ സ്ട്രെച്ചിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളും കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരുപാട് മസിൽസും ജോയിൻസൊക്കെ ഒന്നുകൂടി ആക്റ്റീവ് ആവുന്നുണ്ട്. ഇപ്പോൾ യോഗയൊക്കെ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അത് ഫീൽ ചെയ്യും. യോഗ ചെയ്യുന്നവരാണെങ്കിൽ രാവിലെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വാമപ്പ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് അതിലേക്കും പോകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏതൊരു കാര്യത്തിന് മുമ്പായിട്ടും നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. പിന്നെ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. തുടക്കത്തിൽ നമ്മുടെ ശരീരമൊന്നും അത്ര നന്നായി വഴങ്ങുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മളത് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. മനസ്സിലായോ? ഇനിയിപ്പോൾ ബോഡി ഒന്നും ഒരുപാട് വഴക്കവും കാര്യങ്ങളൊന്നും കിട്ടാത്ത ആളുകളാണെങ്കിൽ അതിന് വേണ്ടി കൂടി സപ്പോർട്ടീവാണ് ഈ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ഫോളോ ചെയ്തോളാം. ഓക്കെ, വീണ്ടും കാണാം.